This Pagal Subramanian is so frustrated, started abusing and shouting actually. He is having some mental problem. നമ്മളെ എന്താ ഫ്രസ്ട്രേഷൻ കാരണം നിരാശ കൂടിയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് എന്താണ് അങ്ങ് ബ്രസ്റ്റ് ഔട്ട് ആവുകയാണ്. ഇങ്ങനെ ഇവന് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവളെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് ലൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ, നിരാശ കാരണം ഇവനും എൻ്റെ ഭാര്യയും കൂടെ കൂടി എവരെയൊക്കെയോ വിളിക്കുക, നമ്മുടെ കാര്യങ്ങളങ്ങ് സംസാരിക്കുക, അങ്ങ് തെറിവിളിയാണ്. നമുക്കിവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ തെറിവിളിയാണ്. ഇവൻ പോകുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഓർഡറാണ് നമ്മളിവിടെ അങ്ങ് നിൽക്കരുത്. അതുപോലെ മന്ദിരത്തിലെ പത്മൻ എന്ന് പറയുന്ന മന്ദിരത്തിൽ വരുന്ന പൂജ ചെയ്യാൻ വരുന്ന പത്മൻ എന്ന് പറയുന്നവനും ഇതുപോലെയാണ്. നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നിൽക്കുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ഇവനും ഇതുപോലെ ഫ്രസ്ട്രേഷൻ കയറിയിട്ട് അങ്ങ് ചീത്ത വിളിക്കുക, നമ്മളെ കയറിപ്പോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ മന്ദിരത്തിൽ ഇവൻ്റെ മുറിക്കകത്ത് പോയിരുന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കാനായിട്ട് അതിന് പറ്റുന്നില്ല. അവനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കയറി പോകാത്തത് കാരണം ഇവൻ ഫ്രസ്ട്രേഷൻ കൂടി ഇവൻ നമ്മളെ അങ്ങ് കയറിപ്പോടി, അകത്ത് കയറിപ്പോടി, ഇവന് കഥയുണ്ടാക്കണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇവനങ്ങ് ചീത്ത വിളിക്കുക. അങ്ങനെ പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ കാരണം ഇവന്മാരങ്ങ് തെറിവിളി അഭിഷേകമാണ് നടത്തുന്നത്. മന്ദിരത്തിലെ സ്വാമി വേറെ ആരുമല്ല, മന്ദിരത്തിലെ സ്വാമിയും പിന്നെ ഈ ഗൂണ്ടാരാജ് നടത്തുന്ന മോഹൻ സിംഗും, സദാനന്ദ മന്ദിരത്തിൽ മോഹൻ സിംഗും പിന്നെ സദാനന്ദ മന്ദിരത്തിൽ സോമരാജനും, ഈ 3 ആൾക്കാരാണ് അവിടെ ഗൂണ്ടാരാജ് നടത്തുന്നത്. പത്മൻ എന്ന് പറയുന്നത് നങ്കളി എന്നാണ് ഇവൻ്റെ അപ്പനെ വിളിക്കുന്നത്. ഇവൻ്റെ അച്ഛൻ്റെ പേര് നങ്കളി എന്നെങ്ങാണ്ടാണ്. ഇവൻ്റെ യഥാർത്ഥ പേരെന്തുവാ എന്തുവാന്ന് പോലും നമുക്കറിയത്തില്ല, ഇവൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ പേര്. ഇവൻ ഭയങ്കര കള്ള് കുടിച്ചിട്ടാണ്, പല ദിവസങ്ങളിലും കള്ള് കുടിച്ചിട്ടാണ് ഇവൻ ഗുരുസ്വാമിക്ക് പൂജ ചെയ്യുന്നത്. ഇവൻ എന്തോ പൂജയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം 2 ദിവസം ഇവനില്ലാത്തപ്പോൾ നമ്മൾ കണ്ടു വേറെ ശീലമാമനൊക്കെ പൂജ ചെയ്യുന്നത്. മാമൻ വളരെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എവിടെയോ പോയിട്ട് മാമൻ കയറുന്ന പോലും ഇല്ല അങ്ങോട്ട്. കാരണം ചെയ്യുമ്പോൾ ഒരു രീതി ഉണ്ടെന്നുള്ള ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പൂജ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഇവൻ വരുന്നത് ഫുള്ള് കുടിച്ചോണ്ടാണ് ഇവൻ വരുന്നത്. എന്നിട്ട് ഇവൻ്റെ ഉദ്ദേശം ഇതാണ്, ഇവൻ ഇവിടെ പൂജ ചെയ്യാനുള്ളതൊന്നുമല്ല വരുന്നത്. ഇവൻ ഇവിടെ ഉദ്ദേശം വരുന്നത്, ഇവൻ വന്നിട്ട് അവിടെ ഇരിക്കുക, ഇങ്ങനെ നമ്മുടെ മണ്ടയിലോട്ട് ലേസർ അടിക്കുക, തലയിലോട്ടും അവിടെ ഇവിടെയൊക്കെ ലേസർ, ഫുള്ള് ഫോണിലാണ് ഇവൻ ഫുൾ ടൈം. ഇവൻ്റെ ഫോൺ നിങ്ങൾക്ക് നമുക്ക് ഹിസ്റ്ററിയും അതും ഇതും എല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ, നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും. ഇവൻ ഫോൺ താത്തു വയ്ക്കാതെ ഇങ്ങനെ ഇതാക്കുകയാണ്, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം. ഇങ്ങനെ ഇവൻ്റെ ആപ്പുകൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ബാക്ക് എൻഡിൽ എന്തൊക്കെ ആപ്പാണ് ഇവൻ്റെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും സൈബർ സെല്ലിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഫോൺ ഓൺ ആക്കുമ്പോൾ ഇവൻ്റെ ഫോണിൽ എന്തെല്ലാം ഹിഡൻ ആയിട്ടുള്ള ആപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ഇവൻ ഇരിക്കുക, ഇതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇവൻ ഈ മന്ദിരത്തിൽ വരുന്നത്. അല്ലാതെ ഗുരുദേവന് പൂജ ചെയ്യണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇവനില്ല. ഇവൻ ഇതിനു വേണ്ടി മാത്രമാണ് വരുന്നത്. ഇവൻ ഫ്രസ്ട്രേഷൻ ആകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇവൻ എന്തൊക്കെയോ കാശ് കിട്ടും. ഇവന് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇവനെ നമ്മളെ ചീത്ത വിളിക്കുകയാണ്. ഇവൻ പല രീതിയിൽ നമ്മളോട് കാശൊക്കെ ചോദിച്ചു നോക്കി. ഇവൻ കുറേ എണ്ണം നമ്മളെ പണ്ട് ഇതുപോലെ മോളെ കാശുണ്ടോ, കാശിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഇതാക്കുമായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി ആൾക്കാരെന്തുമാത്രം പറ്റിയിരിക്കുക. അതുകൊണ്ട് ഇപ്പം നമ്മൾ 5ൻ്റെ തുട്ടാർക്കും കൊടുക്കാറില്ല. ഇവൻ അങ്ങനെയൊക്കെ ഒന്ന് ഇറക്കി നോക്കി. ഇവൻ്റെ വിചാരം നമ്മൾ ചുമ്മാ അങ്ങ് കേട്ട് നിൽക്കുമായിരുന്നോ എന്ന്. നമുക്ക് മനസ്സിലായി ഇവൻ കാശ് ചോദിക്കുന്നത് നമ്മുടെ കാശൊക്കെ അടിച്ച് മാറ്റാനാ. അങ്ങനെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കി ഇതാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ പ്ലാനിങ്ങും പദ്ധതിയോടെയാണ് ഇവന്മാരിങ്ങനെ നടക്കുക. ഇവന് വടക്കേലെ അവനങ്ങ് പ്രാന്തളകി അവൻ എന്നിട്ട് നമ്മളെ വിളിക്കുകയാണ് പ്രാന്തേ. ഫുള്ള് പ്രാന്താവന്. നമ്മളെ കാണുമ്പോഴാണ് എല്ലാവർക്കും പ്രാന്തളക്കവാ. അങ്ങ് അട്ടഹസിക്കുക, കയർക്കുക, ഇതൊക്കെ ഇവന്മാരാ ചെയ്യുന്നത്, നമ്മളല്ല. നമ്മളോടങ്ങ് കയർക്കുക. ഇവൻ വിളിക്കുന്ന കാര്യങ്ങൾ ചെന്ന് പറയുന്നതേ ഉള്ളൂ. ഇവൻ ഇങ്ങനെ വിളിക്കുന്നു, ഇവൻ അങ്ങനെ വിളിക്കുന്നു, ഇവൻ ഇങ്ങനെ കഥയുണ്ടാക്കുന്നു. ഇവനാരാ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ? ഇതൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് ഫ്രസ്ട്രേറ്റഡായി ഇവനങ്ങ് ചീത്ത വിളിക്കുക. ഇവന്മാരെല്ലാം ഈ 3-4 എണ്ണമാണ് ചീത്ത വിളി, വേറെ ആരുമല്ല. ഈ 3-4 എണ്ണത്തിന് ചീത്ത വിളി.